ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾക്ക് ഇന്നലെ ഇവിടെ ഓണം പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. സമന്വയയുടെ ഓണം പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ ഇത് വീടിനടുത്ത് തന്നെയാണ്, ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. ഇതാണ് ഓഡിറ്റോറിയത്തിൻ്റെ പേര്. ഓഡിറ്റോറിയം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു റിസോർട്ട് പോലെയാണ്. മുന്നിൽ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. നല്ല സൗകര്യമുണ്ട് കേട്ടോ ഇതിനകത്ത്. കാറ് പാർക്ക് ചെയ്യാനായാലും പ്രോഗ്രാം നടത്താനും പുറത്തും ഒക്കെ ആയിട്ട് നല്ല സൗകര്യമുണ്ട്. വലിയൊരു ഹാളാണ്. അപ്പോൾ ആ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ ഈ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിടുന്നത്. ഞങ്ങൾ രാവിലെ എത്തി കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളുടെ പ്രോഗ്രാം 9:30-ക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ 9 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ ഓഡിറ്റോറിയത്തിലെത്തി. ഇത് കണ്ടോ, നല്ല സൗകര്യമാണ് കാർ പാർക്ക് ചെയ്യാനൊക്കെ. മുന്നിലൊക്കെ ഇതുപോലെ സ്റ്റാൾ പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ സ്നാക്സും ചായയും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. പിന്നെ വേറെയും ചെറിയ വിൽക്കാനൊക്കെ കൊണ്ടുവെക്കുമല്ലോ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് പൂക്കളം. പൂക്കളമൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഹാള്. ആളുകളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് പിന്നെ മോളുടെ പ്രോഗ്രാം 9:30-ക്ക് ആയതുകൊണ്ട് 9 മണിയൊക്കെ ആകുമ്പോൾ എന്തായാലും എത്തണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് രാവിലെ തന്നെ എത്തിയത്. ഈ കാണുന്ന പ്രോഗ്രാം ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത പ്രോഗ്രാമാണ് കേട്ടോ. ഇവിടെ ഈ സ്റ്റേജ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. ഇത് ഞാനും നിച്ചൂട്ടിയും പിന്നെ അവളുടെ ഫ്രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്തത്. ഇതൊരു സെമി ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 സോങ് സെലക്ട് ചെയ്തിട്ട് അത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തൊരു പ്രോഗ്രാമാണ്. ഒരു വർഷമൊക്കെ എത്ര പെട്ടെന്നാണല്ലേ പോകുന്നത്. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷമായി എന്ന് പോലും തോന്നുന്നില്ല. പെട്ടെന്നാണ് ദിവസങ്ങളും മാസങ്ങളൊക്കെ പോകുന്നത്. ഈ വർഷം ഞാൻ പ്രോഗ്രാം ചെയ്തില്ല കേട്ടോ. മോള് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ വർഷം വേറെ ഓരോ കാര്യങ്ങളിൽ അങ്ങനെ തിരക്കായിപ്പോയി. ഇന്നലെ സ്റ്റേജിൽ ലേഡീസിൻ്റെ ഒക്കെ ഡാൻസൊക്കെ കണ്ടപ്പോൾ ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് നല്ല പ്രോഗ്രാമായിരുന്നു. ലേഡീസിൻ്റെ ഒക്കെ നല്ല നല്ല ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ തിരുവാതിര കളി ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ മോളുടെ പ്രോഗ്രാമാണ്, ഇന്നലെ നടന്ന പ്രോഗ്രാമാണ്. അതായത് ഈ വർഷത്തെ പ്രോഗ്രാം. ഇത് സിനിമാറ്റിക് ഡാൻസ് ആയിരുന്നു. കുറേ സോങ് മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡാൻസ് ആയിരുന്നു. എല്ലാ പ്രോഗ്രാമും നല്ല നല്ല പ്രോഗ്രാമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഓരോ പ്രോഗ്രാം കഴിയുന്തോറും അവിടെ നിന്ന് എഴുന്നേക്കാൻ തോന്നില്ല. അത്രയ്ക്ക് നല്ല പ്രോഗ്രാമായിരുന്നു. ഇതൊക്കെ കണ്ടോ, ചെറിയ മക്കളൊക്കെ എന്ത് നല്ല ഭംഗിയായിട്ടാണെന്നറിയോ കളിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ ഇരുന്ന് പോവും. നല്ല നല്ല സോങ് സെലക്ഷനൊക്കെ ആയിരുന്നു എല്ലാ കുട്ടികളുടെയും. ഓരോ പ്രോഗ്രാമും നല്ല ഭംഗിയായിട്ട് കളിക്കുന്നുണ്ട് അവരൊക്കെ. ഇത് ഓഡിറ്റോറിയത്തിന് പുറത്തുള്ള വ്യൂ ആണ്. ഞാനിവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ, അത് ഈ സൈഡിലാണ്. രാവിലെ ഇവിടെ പൂജയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് ഒരു കുഞ്ഞമ്പലമാണ്. ഇവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല സ്ഥലമുണ്ട് കേട്ടോ ഇതിനകത്ത്. പിന്നെ എല്ലാവരും പ്രോഗ്രാം കാണാൻ അകത്തായതുകൊണ്ട് പുറത്ത് അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ഈ ടീ സ്റ്റാളൊക്കെ വൈകുന്നേരമാണല്ലോ ആക്റ്റീവ് ആവുന്നത്, സ്നാക്സും ചായയൊക്കെ. ഞങ്ങൾ രാവിലെ വന്നിട്ട് രാത്രിയായി തിരിച്ച് വീട്ടിൽ പോയപ്പോൾ. ഇവിടെ പ്രോഗ്രാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളുടെ പ്രോഗ്രാമാണ്, ട്വിൻസാണ്. അപ്പോൾ അവരുടെ ഡാൻസ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇത് ഓണത്തിന് തിരുവാതിര ഇല്ലാണ്ട് നമുക്കൊരു ഓണം പ്രോഗ്രാം ഇല്ലല്ലോ. അപ്പോൾ 2-3 തിരുവാതിര ഉണ്ടായിരുന്നു. ഇവരുടെ ഡ്രസ്സിങ്ങൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ തിരുവാതിര കളിയൊക്കെ കാണുമ്പോൾ പണ്ട് കോൺവെൻറ്റ് പഠിച്ചിരുന്ന സമയത്ത് 10th-ലായിരുന്നപ്പോൾ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിരുന്നു കേട്ടോ തിരുവാതിര കളിക്ക്. അപ്പോൾ അവിടുന്ന് A ഗ്രേഡ് കിട്ടിയപ്പോൾ നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടുമായിരുന്നു, 30 മാർക്ക്. അത് നമ്മളുടെ 10th-ൻ്റെ മാർക്കിൽ ആഡ് ആവുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു കേട്ടോ. അങ്ങനെ ഒരു 30 മാർക്ക് എനിക്ക് കിട്ടിയിരുന്നു. ഇവരുടെ മംഗളമൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ലാസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു തിരുവാതിരയാണ്. എല്ലാവരും നല്ല മുടിയൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. സ്റ്റേജും വലിയ സ്റ്റേജ് ആയതുകൊണ്ട് നമുക്ക് നല്ല റൗണ്ടിൽ നിന്നിട്ടും കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് കുട്ടികൾക്ക് ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യാൻ കേട്ടോ. ഒരു 12-14 കുട്ടികളൊക്കെ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പോൾ വലിയ സ്റ്റേജ് ആകുമ്പം അതൊരു ഗുണമാണ്. പിന്നെ ഇവിടെയാണ് സദ്യയൊക്കെ വിളമ്പിയത്. ഇത് സ്റ്റേജിൻ്റെ പിറകിലായിട്ട് വലിയൊരു ഹാളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് സദ്യയൊക്കെ കഴിക്കാനുള്ള സൗകര്യം റെഡിയാക്കിയത്. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. വയനാട്ടുകാരുടേതായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിലത്തെ വറുത്തരച്ച സാമ്പാറൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സദ്യ. പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കിക്കുക, സ്റ്റേജ് ഫുള്ളായി. ഇതിപ്പോൾ സ്റ്റേജിൽ ശ്രുതിലയം എന്ന് പറഞ്ഞൊരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഗ്രൂപ്പ് സോങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസമായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഓഡിറ്റോറിയം ഫുൾ ആളായിട്ടോ. പിന്നെ ഇരിക്കാൻ സ്ഥലമില്ലാത്ത പോലെയായി. പിന്നെ കുറേ ആളുകളൊക്കെ നിന്നിട്ടൊക്കെയാണ് പ്രോഗ്രാം കണ്ടത്. അത്രയ്ക്ക് ആളുകളുണ്ടായിരുന്നു. പിന്നെ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റോപ്പ് ചെയ്തിട്ടേ ഇല്ല. സദ്യ കഴിക്കാൻ പോകുന്നുണ്ടെങ്കിലും പ്രോഗ്രാം ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ അമ്മമാരുടെ ഡാൻസാണ് കേട്ടോ. നല്ല എനർജി ആയിരുന്നു ഇവർക്ക്. അമ്മമാരാണെന്നൊന്നും പറയില്ല. ഇത് ഞാൻ ഡാൻസ് പഠിക്കാൻ പോകുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളുടെ പ്രോഗ്രാമാണ്. സെമി ക്ലാസിക്കലായിരുന്നു കേട്ടോ. അപ്പം നല്ല ഡാൻസായിരുന്നു. നമുക്ക് ഈ സിനിമാറ്റിക് ഡാൻസ് കണ്ട് പെട്ടെന്നൊരു ക്ലാസിക്കൽ ഡാൻസ് കാണുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല സോങ് സെലക്ഷനൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഡാൻസായിരുന്നു ഇത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ചായ കുടിക്കാനൊക്കെ പുറത്തിറങ്ങാൻ തുടങ്ങി. ഇവിടെ പഴംപൊരിയും ബജ്ജിയും ചായക്കൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇന്നലെ. ഓരോ പ്രാവശ്യം വരുമ്പോഴും തീർന്നുപോയി എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് തിരക്കായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ഇന്നലത്തെ മെയിൻ പ്രോഗ്രാം. ഓർക്കസ്ട്രയൊക്കെ നാട്ടിൽ നിന്ന് വന്നതാണ്. നല്ല നല്ല പാട്ടൊക്കെ പാടിട്ടോ ഇവർ. ഒരു ചെറിയ മോനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നന്നായിട്ട് പാടി. പിന്നെ ഒരു 1 മാൻ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല പ്രോഗ്രാമായിരുന്നു ഇന്നലത്തെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.